സ്വാഭാവികമായും ഒഡീഷയിൽ അവിടെ ഒരു ജനതാ സർക്കാരിൻ്റെ ഒരു അടിവേരുകൾ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഭിന്നിച്ചാണ് ഇത്തരത്തിൽ ബിർജു ജനതാദൾ രൂപീകരിക്കുന്നത്. ആ ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം ഒറീസയിൽ ഉണ്ടായിരുന്നതിനെ മുതലെടുത്താണ് ഈ പുതിയ സംവിധാനം വന്നതിന് ശേഷം ഇടക്കാലത്ത് BJPയും BJDയും ഒരു കൈയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇനിയിപ്പോൾ ഇവിടെ രസകരമായി എനിക്ക് തോന്നുന്നത് ഇത് ഒരു പക്ഷേ ഇന്ത്യ ഇത് ജയിച്ചാൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ BJDക്ക് ചെന്നെത്താൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു പാളയമാണ് NDA. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ നഷ്ടമില്ല എന്നവർക്ക് പറയാം. പക്ഷേ എങ്കിലും BJP 8 സീറ്റുകളിൽ അവിടെ ജയിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് മാത്രമല്ല 38.9% വോട്ട് അവരെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. അവർക്ക് സ്വന്തമായി കഴിവ് തെളിയിക്കാൻ കഴിയാത്ത സംസ്ഥാനം എന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴാനോ അല്ലെങ്കിൽ സീറ്റ് ഷെയറിംഗിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടെന്നോ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല BJDക്ക് 42% വോട്ടേ അവിടെ മൊത്തത്തിലുള്ളൂ. അപ്പോൾ 42% എത്താൻ ഒരു ചെറിയ, പക്ഷേ ഇലക്ഷനിൽ ഒരു പക്ഷേ ചെറിയ ശതമാനം വോട്ടുകളുടെ വ്യത്യാസമൊക്കെ വലിയ പ്രതിഫലനങ്ങളിലേക്ക് വരാം. പക്ഷേ ഇവിടെ അവിടെ ഒരു പ്രശ്നം കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകും എന്നാണ്. ഒറീസയിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുമോ കോൺഗ്രസ് എന്ന ചോദ്യം അവിടെ അങ്ങനെ കഴിഞ്ഞ തവണ വെറും 14% മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട് ശതമാനമുള്ളത്. മനു സൂചിപ്പിച്ചതുപോലെ 14% എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഇപ്പോൾ ഒരു സീറ്റ് കിട്ടി എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ വോട്ട് ശതമാനം അവിടെ ആകെ 12% താഴോട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വലിയ വീഴ്ച അവിടെ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. മാത്രമല്ല 2014നെയും 2019നെയും സംബന്ധിച്ച് നോക്കുമ്പോൾ 44% വോട്ട് 2014 ഉണ്ടായിരുന്നു BJDക്ക്. അത് 1% കഷ്ടിയാണ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ സീറ്റ് കുറേ അധികം നഷ്ടമായി. അവർക്ക് 8 സീറ്റോളം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതെ, BJPക്ക് സീറ്റ് കൂടി കൂടിയെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ഭുവനേശ്വർ BJPയുടെ ഒരു വലിയ സ്ട്രോങ് ഹോൾഡാണ്. അങ്ങനെയുണ്ട്. തലസ്ഥാന മണ്ഡലങ്ങളിൽ തലസ്ഥാനത്ത് അവർക്ക് നല്ല കരുത്തുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാർഗാക് മണ്ഡലം, അല്ലെങ്കിൽ സുന്ദർഗാർ, പിന്നെ സംബൽപൂർ, അതുപോലെ മയൂർഭഞ്ച്, ബാലാസോർ, ഇവിടെയൊക്കെ BJPയുടെ ഒരു കേന്ദ്രമാണ്. ബോലഗീർ, കാളഹണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപക്ഷെ ദാരിദ്ര്യത്തിന് വളരെ പേര് കേട്ട ഒരു സ്ഥലമാണ് ഒറീസയിൽ. പണ്ട് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രന്മാരുള്ള സ്ഥലം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതായിരുന്നു ഈ കാളഹണ്ടി. പക്ഷേ അവിടെ ഇപ്പോൾ കുറേയൊക്കെ സാഹചര്യം മാറിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ BJPക്ക് വളരെ ശക്തമായി കഴിഞ്ഞു. പക്ഷേ സ്വാഭാവികമായും രേണു സൂചിപ്പിച്ചതുപോലെ BJDക്കാണ് അവിടെ ഒരു ഇതുള്ളത്. അപ്പോൾ ഈ മോദിയും BJPയും അവിടെ ഇപ്പോഴും ഈ ഡബിൾ എഞ്ചിൻ എന്നുള്ള പ്രയോഗം തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒറീസയിൽ അവർക്ക് ആധിപത്യം വന്നു കഴിഞ്ഞാൽ അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്നവർ പറയുന്നു. അപ്പോൾ ബിർജു ജനതാദളാകട്ടെ ഈ ആധിപത്യം നിലനിർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഈ അവിടെ ഒറീസയിൽ ഇപ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം പ്രാദേശിക വികാരം ഒറീസയിലുണ്ട്. പക്ഷേ ലോ ആൻഡ് ഓർഡർ വളരെ വീക്കാണ് എന്നുള്ളൊരു അഭിപ്രായം അവിടെ വലിയ തോതിൽ വരുന്നു. ഈ അടുത്ത് പുറത്തു വന്ന പല സർവേകളിൽ ഏതാണ്ട് 52% ആളുകൾ ലോ ആൻഡ് ഓർഡർ നീതി നിർവഹണ സംവിധാനത്തിൽ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. മാത്രമല്ല അവിടെ ഒരു ഹെൽത്ത് മിനിസ്റ്റർ തന്നെ വെടിയേറ്റ് മരിച്ചു. അത് സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് വെടിവെച്ചത്. ഒരുപക്ഷെ അന്ന് പുറത്തു വന്ന വിവരങ്ങൾ, അന്ന് നമ്മുടെ ഒറീസയിലെ നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന് എന്തോ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു മാനസികമായി. അപ്പോൾ ഇതിന് പുറത്തൊരു ദേഷ്യത്തിനെടുത്ത് വെടിവെച്ചു എന്നതൊക്കെയാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ അവിടുത്തെ ഒരു നിയമ സംവിധാനത്തെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവിടുത്തെ ഒരു മന്ത്രിയെ വെടിവെക്കുക എന്നത് ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലില്ലായ്മ, ഇപ്പോൾ ഒറീസയിൽ വലിയ തോതിൽ ആളുകൾ വിദ്യാഭ്യാസം നേടുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ്. അപ്പോൾ തൊഴിലില്ലായ്മ അവിടുത്തെ ഒരു വലിയ വിഷയമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ബിർജു ജനതാദൾ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നവീൻ പട്നായകും സംഘവും ഒക്കെ അവിടെ 873 കോടി രൂപയുടെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് അത് അപ്രൂവ് ചെയ്ത് ഈ അടുത്ത് പുറത്തുവിട്ടു. അതിലൊരു 12,500 പേർക്ക് ജോലി കിട്ടും എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള വേറൊരു രസകരമായ കാര്യം, അത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രധാന വോട്ട് ബാങ്കാണ്. അവിടെ അവരുടെ DAയും DRും ഒക്കെ ഒരു 4% വർദ്ധിപ്പിച്ചു. ഒപ്പം തന്നെ അത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 4.5 ലക്ഷത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കുടുംബങ്ങൾ
അപ്പോൾ അതൊരു വലിയൊരു ഓരോ മണ്ഡലത്തിലും അത്തരം ചില ട്രിക്കുകൾ കഴിഞ്ഞ തവണയും ഏതാണ്ട് 33% സംവരണം നേരത്തെ തന്നെ ഉറപ്പാക്കിയ സ്റ്റേറ്റ് കൂടിയാണ് ഒഡീഷ. നവീൻ പട്നായിക്ക് ആ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ബില്ല് പാസ്സാകുന്നതിന് മുൻപ് തന്നെ 33% സ്ത്രീകളെ മത്സരിപ്പിച്ചു എന്നത് കഴിഞ്ഞ തവണ വലിയ ചർച്ചയായ വിഷയം കൂടിയാണ്. ഇവിടെ മനു, പ്രാദേശിക വികാരം വലിയ രീതിയിൽ ഒഡീഷയിൽ ഉണ്ട്. ഭാഷ ഒരു വിഷയമാണ്. ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കിയത് തന്നെ ആ പ്രാദേശിക വികാരം വളർത്താൻ തന്നെയാണ്, അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ബിജു ജനതാദൾ മകളായ നവീൻ പട്നായിക്ക് ഡൽഹിയിലായിരുന്നു. ഒഡിയ ഭാഷ നല്ലതുപോലെ സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ മുമ്പ് മുതലേ പ്രചാരണ വിഷയമായിരുന്നു. ഇത്തവണ മോദി അവിടെ എത്തിയപ്പോഴും പറഞ്ഞത് ഈ ഡിസ്ട്രിക്റ്റിന്റെ പേര് നോക്കാതെ പറയാൻ പറ്റുമോ നവീൻ പട്നായിക്കിന് എന്നാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവിടെ എത്തിയപ്പോൾ വലിയ പരിഹാസത്തോടു കൂടി എന്ന് പറയുന്നതിന് പകരം ഡിസ്ട്രിക്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. അത് ഡിസ്ട്രിക്ട് ക്യാപിറ്റൽ, ഡിസ്ട്രിക്റ്റുകൾക്ക് ക്യാപിറ്റൽ ഇല്ല എന്ന തരത്തിൽ വലിയ പരിഹാസത്തിന് അദ്ദേഹത്തിന് മോദി ചോദിച്ചത് ഡിസ്ട്രിക്റ്റുകളുടെ പേര് നോക്കാതെ പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് എന്ന് ചോദിച്ച് പരിഹാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ചർച്ചയാകും? അത്തരം വിഷയങ്ങളിൽ ഊന്നി ഏതാണ്ട് നമുക്കറിയാം തമിഴ്നാടിൻ്റെയൊക്കെ സമാനമായ സാഹചര്യമാണ് അത്. ആ പ്രാദേശിക വികാരം അവിടെ വളർത്തുമ്പോൾ അത് BJD സംബന്ധിച്ച് അവർക്ക് കൂടുതൽ മേധാവിത്വം നൽകുന്നതല്ല. അല്ല, പ്രാദേശിക വികാരം എന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായി അവിടെ കർഷകരുടെ ഒരു പിന്തുണ ബിർജു ജനതാദളിനുണ്ട്. സാധാരണക്കാരൊക്കെ നമ്മൾ ഒറീസയിൽ പോയി സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഇത് ഈ BJDയോട് ഒരു ആഭിമുഖ്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ തൊഴിലില്ലായ്മ അവിടുത്തെ ഒരു വലിയ വിഷയമാണ്. പണപ്പെരുപ്പം, അതുപോലെ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ആളുകളെ ബാധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ MP-മാരുടെ പെർഫോമൻസ് എങ്ങനെ എന്നത് ഒരു വലിയ ചോദ്യമായി അവിടെ ആളുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളിപ്പോൾ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണക്കാക്കുമ്പോൾ അവിടെ എന്തൊക്കെയായാലും BJDക്കും BJPക്കും ഒരേ ആണ് പ്രതീക്ഷകളുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോൾ നമുക്ക് ആകെ നോക്കുകയാണെങ്കിൽ കോറാപ്പുട്ടിൽ മാത്രം ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും അവരുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതായൊന്നും കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു നാഷണൽ പെർഫോമൻസ് എന്ന തലയിലേക്ക് നോക്കുമ്പോൾ അത് BJPക്ക് ഗുണം ചെയ്യും. കാരണം അവിടെ BJD ജയിച്ചാലും സ്വാഭാവികമായും അവർക്ക് BJDയുടെ പിന്തുണ കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ിലേക്ക് പോകുന്നതിനേക്കാൾ. അപ്പോൾ നവീൻ പട്നായിക്കിന്റെ വലങ്കൈയായ VK പാണ്ഡ്യനെ ചുറ്റിപ്പറ്റിയും അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. മുൻ IAS ഓഫീസറായിരുന്ന തമിഴ്നാട്ടുകാരനായ VK പാണ്ഡ്യൻ, അദ്ദേഹം ഒരുപക്ഷെ നവീൻ പട്നായിക്കിന്റെ പിൻഗാമിയാകും എന്ന് പ്രതീക്ഷിക്കുന്നതുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ചോദ്യം ചെയ്തുകൊണ്ട് BJP അതും പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അമിത്ഷാ എത്തിയപ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി പ്രചാരണത്തിൽ പരാമർശിച്ചിരുന്നു. ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള അവിടുത്തെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ താക്കോൽ കളഞ്ഞുപോയി എന്നത് ഒരു ഭണ്ഡാർ നമ്മുടെ ഇവിടുത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ പോലെ ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ഷേത്രം അതിൻ്റെ താക്കോൽ കാണാനില്ല എന്നതൊരു വലിയ തർക്കമായിരുന്നു. BJP അധികാരത്തിൽ വന്നാൽ ആ താക്കോൽ കണ്ടെത്തുന്നതിന് വേണ്ടി നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും റിപ്പോർട്ട് പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ BJP ഉന്നയിക്കുന്നുമുണ്ട്. അല്ല, BJD അതിനെ രസകരമായി എതിർത്തത് ഇത് താക്കോൽ പോയിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടായി. അപ്പോൾ BJPക്കാർ അവിടെ അധികാരത്തിലുണ്ടായിരുന്നൊരു കാലഘട്ടവും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷെ താക്കോൽ എവിടെയാണെന്ന് അവർക്ക് അറിയാമായിരിക്കും എന്ന തരത്തിലൊരു പരിഹാസം അപ്പുറത്തുനിന്നും വന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ താക്കോൽ തൊട്ട് ഒട്ടനവധി വിഷയങ്ങൾ അവിടെ വേറെ വിഷയമാണ്. പക്ഷേ എന്തൊക്കെയായാലും BJPക്ക് അവിടുത്തെ ഈ ട്രൈബൽ മേഖലയിൽ ഒരു വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത്. SC/ST 8 സീറ്റ് സംവരണ സീറ്റുകൾ തന്നെയുണ്ട് അവിടെ. അതിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സുന്ദർഗറിലാണെങ്കിൽ അവിടെ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ മയൂർഭഞ്ചിൽ നോക്കിയാൽ അവിടെ BJPക്ക് വലിയ ഒരു സ്വാധീനമുണ്ട്. ST മണ്ഡലമാണ്. അങ്ങനെയൊക്കെ ചില മേഖലകളിൽ അവർക്ക് നല്ല ഒരു പക്ഷേ ലോക്സഭയിലേക്ക് BJPക്ക് മുൻതൂക്കം കിട്ടിയാൽ അല്ലെങ്കിൽ വളരെ ടൈറ്റ് മത്സരമായിരിക്കും അല്ലേ BJPയും BJD തമ്മിൽ. നിയമസഭയിലേക്ക് സ്വാഭാവികമായും BJDക്ക് ഒരു വലിയ മേൽക്കൈ ഉണ്ടാകണം. ലോക്സഭയിലേക്കും BJDക്ക് തന്നെ ആയിരിക്കണം ഒരു വലിയ മേൽക്കൈ. പക്ഷേ BJPയുടെ ചില സ്ഥാനാർത്ഥികൾ ജ്വൽ റാമിനെ പോലെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഈ ട്രൈബൽ മേഖലയിൽ BJPക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിയും. സ്വാഭാവികമായും അവിടെ മേൽക്കൈ BJDക്ക് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ വരെ മനസ്സിലാകുന്നത്. ശരി, എന്തായാലും